ആക്ഷൻ. ക്യാമറമാൻ ഇപ്പൊ സമയം എന്തായി? സമയം 12:25. 12:05 നമുക്ക് കൂട്ടാം. അതായത് നമ്മള് ചലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ചലഞ്ച് ആയിട്ട് ആദ്യം ചെയ്ത് ചിക്കൻ മേടിക്കാൻ പോകാം. നടന്നു പോയി വന്നപ്പോഴത്തേക്ക് വേർത്ത് കുളിച്ച് ഇത്രയും സമയം പോയി. 1 മണിക്കൂറായി. ചിക്കൻ സെറ്റ് ചെയ്യാം. സിമ്പിൾ, 1 മണിക്കൂർ ഈസി ആയിട്ട് പോയാലുണ്ട്. നമുക്ക് ഇനി ചിക്കൻ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തുണിയില്ലാത്ത കുക്ക്, ചിക്കൻ ഡ്രസ് ചെയ്ത പോലെ ഡ്രസ് ചെയ്ത് കിടക്കുന്ന കുക്ക്. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാം. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ഷെഫ് വിഷ്ണു. അപ്പൊ വിഷ്ണു അരി കഴിക്കുന്നു. നമുക്ക് ആ സമയത്ത് ചിക്കൻ കഴുകാം. അപ്പൊ ചിക്കൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ചിക്കൻ കഴുകാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് കുറച്ച് വേസ്റ്റ് ഉണ്ട് ഇവിടെ. ഇന്നത്തെ കുറച്ച് മുട്ടയുടെയും മീൻ്റെ ഒക്കെ നമുക്ക് വേസ്റ്റ് ഉണ്ട് കളഞ്ഞിട്ടാ. ആദ്യം സിങ്ക് വൃത്തിയാക്ക്. കൊറേ സമയമുണ്ടല്ലോ ഇന്ന്. അതെ, ഇന്ന് വിവേക് ഫുള്ള് ഫ്രീയാ. നമുക്ക് ആദ്യം ചിക്കൻ വൃത്തിയാക്കി സിങ്ക് വൃത്തിയാക്കാം. സിങ്ക് ഒക്കെ നല്ല അഴുക്കായിട്ടുണ്ട്. ഇതാണ് സിങ്കിന്റെ ഒരു അവസ്ഥ. ഈ സൈഡിലൊക്കെ കരി വെട്ടിയിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് അത് ക്ലീൻ ആക്കാം. അപ്പൊ ക്ലീൻ ആക്കാൻ നമ്മൾ എന്തെടുക്കും? ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഒരു വീഡിയോ. സ്ക്രിപ്റ്റ് ഇല്ലാത്ത നല്ലത്. കാരണം വീഡിയോ കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയും സ്ക്രിപ്റ്റഡ് വീഡിയോ ആണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്ലാൻ ഇല്ലാണ്ട് പോവാണ്. അപ്പൊ അവിടെ നമ്മൾ തീരുമാനിച്ചു ചിക്കൻ കഴുകി കുക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കാം. അതാ നല്ലത്. എന്താണെങ്കിലും വിവേക് വൃത്തികേടാക്കുന്നത്. എന്താ ക്യാമറമാൻ അങ്ങനെ കേട്ടോ. നമുക്ക് 1 കിലോ 900 ഗ്രാം ചിക്കൻ ഉണ്ട്. അപ്പൊ മൊത്തം ഒന്ന് കഴുകി സെറ്റ് ചെയ്ത് നമുക്കൊരു കറി വെക്കണം. ഇന്നും നാളത്തേക്കൊക്കെ നിൽക്കുമായിരിക്കും അല്ലേ? അതെ, അതാണ് ഒരു ബെസ്റ്റ്. ഞാൻ ഇന്ന് ഫ്രീ ആണല്ലോ ഫുള്ള്. പിന്നെ ഫുള്ള് തിന്നോണ്ടിരിക്കും. ഞാൻ ഭക്ഷണമൊക്കെ കുറച്ച് വരിക. അതെ, ഇവന്റെ അച്ഛൻ പറയുകയും ചെയ്തു, മോനെ ഇപ്പൊ നീ പണ്ടത്തെ പോലെ 10 പൊറോട്ട ഒന്നും തിന്നുന്നില്ലല്ലോടാ. പണ്ട് 10 പൊറോട്ട തിന്നിരുന്നു, ഞാനിപ്പോ 4 പൊറോട്ട. പ്രായം വരിക എന്നതാണോ അതിന്റെ ഒരു ഇത്? അതെ. ചോര കണ്ട് അറപ്പ് മാറാത്തവനാ. അറപ്പ് മാറാത്താനാണോ? അറക്കില്ല പോ. അറപ്പ് മാറിയവരാണ്. വൈകുന്നേരം എടപ്പള്ളിപ്പള്ളി വരപ്പാ. എടപ്പള്ളിപ്പള്ളി പെരുന്നാളാ. എടപ്പള്ളിപ്പള്ളിയില് പാമ്പ് വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ചിക്കൻ നേരുന്നുണ്ട്. ശരിക്കും അങ്ങനെ സംഭവം ഉണ്ട്. അവിടെ നമ്മളും ചിക്കൻ നേരും. ഈ വെക്കുന്ന കോഴി എടപ്പള്ളിപ്പള്ളിയിലേക്ക് നേരും. അതെ, എന്നിട്ട് നമ്മൾ തിന്നുന്നു. നമ്മൾ എന്നിട്ട് രാത്രി ആകുമ്പോൾ പള്ളി പെരുന്നാൾ കൊണ്ട് പോകും. അപ്പൊ നേരത്തെ കണ്ടു. എന്നിട്ട് അവിടുന്ന് പോയി കഴിക്കും. അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ ബ്രെഡ് കൂടെ പോയാൽ. അവിടെ ഈ ചിക്കൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ പാമ്പിന്റെ ചിക്കൻ. പാമ്പിന്റെ ചിക്കൻ അല്ല, പാമ്പ് വരാണ്ടിരിക്കാനുള്ള ചിക്കൻ. അതെ, പാമ്പ്. ഓ, അതൊന്നല്ലേ? അവര് എന്തോ ചെറിയുള്ളിയും പച്ചമുളകും മാത്രമേ ഉണ്ടാക്കുന്നുണ്ട്. ആണോ? എന്തെങ്കിലും ഇട്ടെ. അതെ. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. വെള്ളം വീഴുന്നു താഴെ. അതെ, പിന്നെ ഓട്ടമുള്ള പാത്രമല്ലേ വെള്ളം വീഴുന്നു. എന്ത് ആൻസണിന്റെ വീഡിയോ? മറ്റേ കോൺഗ്രസിന്റെ പാർട്ടിയുടെ അല്ലേ? അത് വീഡിയോസ് ആയി കഴിയുമ്പോഴത്തന്നെ പറ്റുള്ളല്ലോ. എന്തിനു വേണ്ടിയാ? വീഡിയോസിന്റെ സപ്പോർട്ടിന് വേണ്ടിയായിരിക്കും. അണികൾ ഉണ്ടാക്കുന്ന വീഡിയോ. കേരളം മുഴുവൻ വൈറലാകാൻ പോകുന്ന വീഡിയോ. അപ്പ വിസിൽ കേട്ടോനോ? എന്താ അപ്പ വിസിൽ അടിക്കുന്നതാ? ചിക്കൻ മസാല വേണം. ചിക്കൻ മസാല വേണം. എല്ലാം വേണം. ആകെ ചിക്കൻ മാത്രമേ ഉള്ളൂ, വേറൊരു സാധനം ഇല്ല. ചിക്കനും നെയ്യ് മാത്രമേ. ഇനിയിപ്പോ നമുക്ക് മല്ലിയില മേടിക്കണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മേടിക്കണം, പിന്നെ ചിക്കൻ മസാല മേടിക്കണം. ചിക്കൻ മസാല ഇല്ലല്ലോ. ലെറ്റ്സ് ഗോ. ഈ പ്രാവശ്യം വണ്ടിക്കോ? എനിക്ക് നടന്നാ വയ്യ. നമുക്ക് വണ്ടിക്കോ. അങ്ങനെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ബാക്കി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി നമ്മൾ വണ്ടി എടുത്ത് എടത്തറ ജംഗ്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ സാധനങ്ങൾ വാങ്ങിക്കാം. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ആയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കൻ മസാല, അതോടൊപ്പം 10 രൂപയ്ക്ക് മല്ലിയിലയും എടുക്കാൻ വേണ്ടി കയറി. ഇവിടെ കറക്റ്റ് കൊടുക്കണം കേട്ടോ. 1 രൂപ ഉണ്ടെങ്കിൽ 1 രൂപ കൊടുക്കണം. ഓ, വിവേന്റെ 1 രൂപ ഉണ്ട് കേട്ടോ. 81 20 രൂപ. അങ്ങനെ വണ്ടി ഓടിച്ച് തിരിച്ചു പോകുന്ന വഴിയിലാണ് ഒരു ജീവിയെ കണ്ടത്. നമുക്ക് ആ ജീവിയെ പരിചയപ്പെടാം. ഒരു ജീവിയെ കണ്ടോ? ഈ ജീവിയെ കണ്ടോ? ഇത് ശരിക്കും 2 ജീവിയാണ്. ഒന്നിന്റെ ബാക്കിൽ മറ്റൊന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരുന്നു അതുപോലെ പോകുന്നത്. എന്റെ പേരറിയോ?
പേരെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് കുറെ ഉണ്ടല്ലോ ഇവിടെ, റെഡ് കളർ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇത് പണ്ട് എന്റെ വീട്ടിലൊരു പഞ്ഞിമരം ഉണ്ടായിരുന്നു, അതിന്റെ മൂട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു ഈ ജീവി. ഇപ്പൊ കാണാറില്ല. ഇല്ലല്ലേ? ഇവിടെ ഒത്തിരി പേര് ജീവികളുണ്ട്. അതെ. ആ അതെ, കണ്ടോ കണ്ടോ ഓടുന്നുണ്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ രണ്ടും മേടിച്ചു കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ബേക്കേഴ്സിന്റെ, പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റേണിന്റെ ഒരു ചിക്കൻ മസാല മേടിച്ചു. പിന്നെ മല്ലിയില 10 രൂപയ്ക്ക് 5 രൂപയ്ക്ക് മേടിക്കണമെന്നാണ് ഷെഫ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി, എന്താണെന്ന് അറിയില്ല. ഇൻഫ്ലുവൻസർ അതിന്റെ ഓരോ കഴിവുകൾ. അതെ, വീഡിയോ എടുക്കുന്നുണ്ടപ്പോ ചേട്ടാ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് തന്നു മല്ലിയില, കാശ് നോക്കിയില്ല. എന്തൊക്കെയാ വേണ്ടത്? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഈസ്റ്റേണിന്റെ ചിക്കൻ മസാല, ചിക്കൻ, മല്ലിയില, സവാളയും തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഷെഫിന് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ക്യാമറ लाइक करो, सब्सक्राइब करो एंड शेयर कर दो.